പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ആദ്യമേ നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിനോ. ഞാൻ വരുന്നത് കട്ടിപ്പാറ ഇടവക, കോഴിക്കോട് ജില്ലയിൽ. ഞാൻ ഒരു ജോലി സംബന്ധമായ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ കൃപാസനത്തിൽ വന്നത്. 2024 സെപ്റ്റംബർ 4-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ ആക്ച്വലി 2010 തൊട്ട് 2016 വരെ ബോംബെയിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് 6 വർഷത്തെ എക്സ്പീരിയൻസ് ആയി. ഓയിൽ ഫീൽഡാണ്. അപ്പം കുറച്ചുകൂടെ നല്ലൊരു ജോലി കിട്ടും, പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ വിചാരിച്ച് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങിയതാണ്. റിസൈൻ ചെയ്യാൻ നേരത്ത് കമ്പനിയിൽ നിന്ന് പറഞ്ഞായിരുന്നു ബുദ്ധിമുട്ടും ഇപ്പം ചെയ്യരുതെന്നൊക്കെ, പക്ഷെ കേട്ടില്ല. പിന്നീട് നാട്ടിൽ വന്ന് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് നാട്ടിൽ തന്നെ നിൽക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു. 2020 കൊറോണയുടെ കാലത്തിന് ശേഷം സാമ്പത്തികമായിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ തകർന്നു. പിന്നീട് ഞാൻ ആദ്യം വർക്ക് ചെയ്ത കമ്പനി തന്നെ വിളിച്ച് നോക്കി. അന്നേരം അവർ തന്നെ പറഞ്ഞു വേക്കൻസി ഇല്ല, ഇപ്പം വേക്കൻസി ഇല്ലയെന്ന്. 3 പ്രാവശ്യം വിളിച്ചു, വേക്കൻസി ഇല്ലയെന്ന് പറഞ്ഞു. ഞാൻ വിളിക്കുന്ന അതേ സമയത്ത് തന്നെ കമ്പനിയിൽ വേക്കൻസി ഉണ്ടായിരുന്നു, വേറെ ആൾക്കാരെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സീനിയർ ഇങ്ങനെ പറയുന്നുണ്ട് വേക്കൻസി ഉണ്ട്, വിളിച്ചു നോക്കുന്നത്. ഞാൻ വിളിക്കാൻ നേരത്തൊക്കെ കമ്പനിയുടെ ഓണർ ഇങ്ങനെ പറയുന്നത് വേക്കൻസി ഇല്ലയെന്നായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് വന്നുകൊണ്ടായിരുന്നു. ഞാനങ്ങനെ 2024 സെപ്റ്റംബർ 4-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം ഞാനിങ്ങനെ പറഞ്ഞ് മാതാവേ കുടുംബം നോക്കണം, അപ്പോൾ ഒന്നെ സഹായിക്കണം, അത്രമാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ സെപ്റ്റംബർ 28-ാം തീയതി ഞങ്ങളുടെ സീനിയർ എന്നോട് വിളിച്ച് പറഞ്ഞു വേക്കൻസി ഉണ്ട്, ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നാലോചിച്ചു. 3 പ്രാവശ്യം ഞാൻ വിളിച്ചപ്പോൾ 3 പ്രാവശ്യം എന്നെ റിജക്റ്റ് ചെയ്താണ്. പിന്നെയും വിളിക്കണമെന്ന്. അങ്ങനെ സെപ്റ്റംബർ 28-ാം തീയതി ഞാൻ ഒന്നുകൂടെ വിളിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക, CV ഒന്ന് അയക്കാൻ പറഞ്ഞു. അങ്ങനെ CV അയച്ചു. ഒക്ടോബർ 2-ാം തീയതി എനിക്ക് തിരിച്ച് കോൾ വന്നു, ഇൻ്റർവ്യൂ ഉണ്ട്, പ്രിപ്പയർ ആയിക്കോളാൻ. ഒക്ടോബർ 2-ാം തീയതി ജസ്റ്റ് ഇൻ്റർവ്യൂ എന്ന് പറയാൻ മാത്രമേ ഇല്ല, ജസ്റ്റ് ഒന്ന് അവിടെ വർക്ക് ചെയ്തതായതുകൊണ്ട് ജസ്റ്റ് CV സെലക്ഷൻ ഉണ്ടായിരുന്നു. ജസ്റ്റ് 1-2 ചോദ്യം ചോദിച്ചു, സെലക്റ്റായി. അവിടുന്ന് ഓക്കെ ആയി. ഒക്ടോബർ 16-ന് ഞാൻ തിരിച്ച് കമ്പനി തന്നെ ജോയിൻ ചെയ്തു. അതിനുശേഷം ഞാൻ പിന്നെ ഇവിടെ കൃപാസനത്തിൽ വന്നിരുന്നു, നന്ദി പറയാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിലൊരു സംശയം വന്നു, ഇത് മാതാവ് തന്നതാണോ അതോ ഞാനവിടെ വർക്ക് ചെയ്തതുകൊണ്ട് കിട്ടിയതാണോ എന്ന്. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ അന്ന് സാക്ഷ്യം പറഞ്ഞില്ല. പിന്നീട് ഞാൻ തിരിച്ചു പോയി ഇന്ത്യയിൽ തന്നെ വർക്ക് ചെയ്ത് പിന്നെ 1 വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. 1 വർഷം കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്ന് നന്ദി പറയാൻ വേണ്ടി വന്നു. അപ്പോഴും എനിക്കൊരു സംശയം, നന്ദി പറയണോ വേണ്ടയോ എന്ന്. അന്നും പറഞ്ഞില്ല. അതിനുശേഷം പിന്നീട് ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ കമ്പനിക്ക് വർക്ക് കിട്ടിയത് സൗദി അറേബ്യയിലാണ്. അപ്പോൾ സൗദിയിൽ ഇൻ്റർവ്യൂ ഉണ്ട്, കാര്യങ്ങളുണ്ട്, അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. സബ് കോൺട്രാക്ടർ കമ്പനിയുടെ ഇൻ്റർവ്യൂ ആണ് ആദ്യം. അപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കിയില്ല. 1 വർഷമായി ഉടമ്പടി പുതുക്കിയില്ല. സബ് കോൺട്രാക്ടർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അത് ഫെയിലായി. അപ്പോൾ പിന്നെ ഇനി ക്ലയൻറ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും പറ്റില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഞാൻ പിന്നീട് തിരിച്ചിങ്ങോട്ട് വന്ന് മാതാവിനോട് ക്ഷമ പറഞ്ഞു, മാതാവേ ഇങ്ങനെയൊരു അബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്കണം, ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം, ഈ ഇൻ്റർവ്യൂ കിട്ടുവാണെങ്കിൽ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. സബ് കോൺട്രാക്ടർ ഇൻ്റർവ്യൂ പാസ്സാണ്, അപ്പോൾ ക്ലയൻറ്റ് ഇൻ്റർവ്യൂവിന് എന്തായാലും വിടില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഞാൻ ഇവിടുന്ന് ഉടമ്പടി പുതുക്കി തിരിച്ചു പോയി. ഇവിടുന്ന് ചെന്നു, സൗദി ചെന്നു, 1 മാസം സൗദിയിൽ നിന്നു. 2-ാമത്തെ മാസം എന്നോട് പറഞ്ഞു നിനക്ക് അറാംകോ ഇൻ്റർവ്യൂ ഉണ്ട്, പ്രിപ്പയർ ആവണമെന്ന് പറഞ്ഞു. 1 മാസം അവിടെ നിന്നു. 2 മാസം കഴിഞ്ഞു. 3-ാമത്തെ മാസം ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ ഇൻ്റർവ്യൂവിന് മുമ്പ് എല്ലാ ദിവസവും അച്ഛൻ്റെ ടോക്ക് കേൾക്കുമായിരുന്നു. അതുപോലെ തന്നെ ചൊവ്വാഴ്ചകളിലെ പ്രാർത്ഥനകൾ മുടക്കാറില്ലായിരുന്നു. എല്ലാത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്ന ഇൻ്റർവ്യൂ പാസ്സാക്കി തരണമെന്നായിരുന്നു. ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ തലേന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് എഴുതി നോക്കി, എല്ലാം എന്തൊക്കെ പഠിച്ചു എല്ലാം ഓർമ്മയുണ്ടോയെന്ന് അറിയാൻ വേണ്ടി. ഞാൻ എന്നിട്ട് അന്ന് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ എണീറ്റ് ഡെയിലി ബ്രെഡൊക്കെ കൂടി മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാനിന്ന് ഇൻ്റർവ്യൂവിന് പോവാണ്, എന്താണ് ചോദിക്കുന്നതെന്ന് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഈ ജോലി എനിക്ക് തരണമെന്ന് പറഞ്ഞു. അവിടുന്ന് അത്ഭുതം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് ഒപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അറാംകോയുടെ ഓഫീസിൽ ചെന്ന് ഒപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ഈ ജോലി വേണം, ഇത് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് എന്നോട് ആദ്യം ജസ്റ്റ് പേര് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതിനുശേഷം ഞാൻ എഴുതി വെച്ച 6 ക്വസ്റ്റ്യൻസ്, ആദ്യം എഴുതിയ 6 ക്വസ്റ്റ്യൻസ്, ആ 6 ക്വസ്റ്റ്യൻസ് ആ സീക്വൻസിൽ എന്നോട് ചോദിച്ചത്. വേറെ പുറത്തുനിന്ന് ഒരൊറ്റ ക്വസ്റ്റ്യനും ഇല്ല, ആ 6 ക്വസ്റ്റ്യൻ മാത്രം. ഞാൻ പാസ്സായി. കഴിഞ്ഞ 1 വർഷമായിട്ട് അറാംകോയിൽ വർക്ക് ചെയ്യുകയാണ്. ഇനിയിപ്പം ഈ 20-ാം തീയതി തിരിച്ച് 2-ാമത് അങ്ങോട്ട് തന്നെ അറാംകോയിലോട്ട് തന്നെ പോവാണ്. അപ്പോൾ ഈ ജോലി തന്നത് മാതാവാണ്. മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാത്രം എനിക്ക് കിട്ടിയ ജോലിയാണ്.
അതുകൊണ്ട് മാതാവിന് 1000 നന്ദി പറയുന്നു. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് കടലിനകത്താണ്. പുറം ലോകമായിട്ട് യാതൊരു അധികം ബന്ധമൊന്നുമില്ല. നെറ്റെന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ഒക്കെ ആയിട്ടാണ്. ഞാൻ ദിവ്യബലി മുടക്കാറില്ല. നെറ്റിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ വരുന്ന ദിവസങ്ങളിൽ മാത്രം ദിവ്യബലി മുടങ്ങുകയുള്ളൂ. അതുപോലെ തന്നെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കൂടും. നെറ്റിൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. ഈവനിങ് പ്രെയർ ആണെങ്കിലും മുടക്കിയിട്ടില്ല. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ പരോപകാര പ്രവൃത്തികളാണ്. നമ്മുടെ ഒരു ഷിപ്പും 200-300 പേരും ഉള്ളൂ. അപ്പോൾ 11 മാസം ഇത്രയും ആൾക്കാർ ഒന്നിച്ചാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെറിയൊരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനത് മാതാവിന് സമർപ്പിച്ചിട്ടാണ് ചെയ്യുക. അതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു പരോപകാരം എന്ന് പറയുന്നത് അതാണ്. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പം പറ്റുന്ന സഹായങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സഹായം പൈസയുടെ ആണെങ്കിലും അല്ലാണ്ട് എന്ത് സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ആരോടും ഇല്ലയെന്ന് പറഞ്ഞിട്ടില്ല. ഇനി മുന്നോട്ടും അതുപോലെ തന്നെ ആയിരിക്കും. മാതാവ് തന്ന ജോലിയാണ്. മാതാവിന് വേണ്ടി ഈ ജോലി സമർപ്പിക്കുന്നു. നന്ദി. സങ്കീർത്തനങ്ങൾ 89-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ. എൻ്റെ കരുണ എപ്പോഴും അവൻ്റെ മേലുണ്ടായിരിക്കും. അവനോട് എൻ്റെ ഉടമ്പടി അചഞ്ചലമായി നിലനിൽക്കും. ഞാൻ അവൻ്റെ വംശത്തെ ശാശ്വതമാക്കും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഷിനോ പി.എ. കാലിക്കറ്റ് തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തനിക്ക് ജോലി തിരികെ ലഭിച്ച അനുഭവ സാക്ഷ്യമാണ് നമുക്ക് മുമ്പിൽ പങ്കുവെക്കുക. തനിക്ക് സൗദിയിലുണ്ടായിരുന്ന ജോലി അത് റിസൈൻ ചെയ്ത് പോവുകയും എന്നാൽ അതിനെ തുടർന്ന് തിരിച്ച കമ്പനിയിലേക്ക് തന്നെ വിളിക്കുമ്പോഴൊക്കെ നിരവധിയായ വേക്കൻസി ഉണ്ടായിട്ടും അത് അവർ പലതവണ അത് റിജക്റ്റ് ചെയ്യുന്ന തരത്തിലാണ് സംസാരിച്ചു കൊണ്ടിരുന്നതൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്നാലും പലപ്പോഴും മുമ്പോട്ട് പോകുമ്പോൾ ജോലിയും ജീവിതത്തേക്ക് മുമ്പോട്ട് കൊണ്ടുപോകേണ്ട വലിയൊരു ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് തന്നെ ആ കമ്പനിയിലേക്ക് തന്നെയാണ് സ്ഥിരമായിട്ട് വിളിച്ചുകൊണ്ടിരുന്നതൊക്കെ ചെയ്തത്. എന്നാൽ അത് പരിശുദ്ധ ഇടപെടലിലൂടെ ഒരു വലിയ ദൈവാനുഗ്രഹമെന്നോണം ആ ജോലി തിരികെ കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം അവിടെ നിന്നാണെങ്കിലും രാംകോ കമ്പനിയിലേക്ക് പോകുമ്പോഴത്തേക്കും അത് പരിശുദ്ധ അമ്മയുടെ ചേർന്നുകൊണ്ട് ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോഴും ആ ജോലി തിരികെയൊക്കെ ലഭിക്കുകയൊക്കെ ചെയ്യുന്നത്. കാരണം ഇൻ്റർവ്യൂവിൽ പോകുമ്പോഴത്തേക്കുമാണെങ്കിലും താൻ ഒരുങ്ങിയ 6 ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അത് തന്നെ ചോദിക്കുകയും പുറത്തുനിന്ന് മറ്റു തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഇല്ലാതെ കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയുടെ ഒരു സംരക്ഷണം തന്നെ കൂടെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇരു ഷിനോയുടെ സാക്ഷി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ടുള്ള ഒരു വലിയ ജീവിത രീതി തന്നെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുക. കാരണം പലപ്പോഴും എഴുത്താനക്ക് മുമ്പിൽ വന്ന സാക്ഷ്യം പറയണോ വേണ്ടേ എന്നുള്ളൊരു ചിന്തയോടുകൂടി തിരിച്ചു പോകുമ്പോഴും അത് പരിശുദ്ധ അമ്മ ഈശ്വരൻ എന്ന മകന് തിരിച്ചു നൽകുക. ഉറപ്പായിട്ടും ഉറച്ച ബോധ്യത്തിലൂടെ ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാമെന്നുള്ള തരത്തിലേക്ക് ആ ഒരു ഉടമ്പടി ബോധ്യത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് പൂർണ്ണമായിട്ടും ഈ ജോലി ലഭിച്ചത് തന്നെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹത്തോടു കൂടിയാണ്. ഇനി മുമ്പോട്ടുള്ള ഈ മകൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇനിയും ഈ മകനെ അനുഗ്രഹിക്കട്ടെ എന്നും ഇനിയും പരിശുദ്ധ അമ്മയുടെ പ്രതീക്ഷകളുടെ സാക്ഷിയായിട്ട് ഉയർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ഈ അൾത്താരയിൽ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.